സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് സംസാരിക്കുകയാണ്. രീതി നമ്മളത് കണ്ടിട്ടുള്ളതാണ്. വലിയ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ഏതാണെങ്കിലും അവരെ വലിയ നേതാവിനാണ്. പ്രത്യേകിച്ച് പൂക്കോട് വെറ്റിനറി കോളേജിൽ എന്ന് പറയുമ്പോൾ ഒറ്റ സംഘടനയേ ഉള്ളൂ, SFI ആണ്. ആ SFI സംഘടന അവർക്ക് വിട്ടുകഴിഞ്ഞാൽ ആ കോളേജിന്റെ ഭരണം അവർക്ക് പോകും. വലിയ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള കുട്ടി സഖാക്കൾക്ക് വിചാരിക്കുക അതിന് നിന്നിട്ട് കാര്യമില്ല, വേറെ ഒരു യൂണിയൻ ഉണ്ടായിക്കളയാം എന്നവർക്കറിയാം. അതുകൊണ്ട് അവരെ നേതാക്കന്മാരെ ഏത് അറ്റം വരെയും പോയി അവർ സംരക്ഷിക്കും എന്ന് എനിക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ ആരും തുറന്നു പറയുന്നില്ല. ഇപ്പോഴും ഞാൻ ആവശ്യപ്പെടുന്നില്ല. ഇപ്പോൾ എല്ലാ കുട്ടികളെ അറസ്റ്റ് ഈ ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നേ ഉള്ളൂ. അവരുടെ മൊഴി എന്താണ്, അവിടെ ചേർത്തിരിക്കുന്ന ചാർജ് എന്താണ്, ഏതൊക്കെ സെക്ഷനാണ്, അത് നോക്കി അതിനുവേണ്ടി കൂടുതൽ ഞാൻ വെയിറ്റ് ചെയ്യില്ല. മാക്സിമം 1-2 ദിവസം നോക്കും. ഇത്രയും പേരെ കിട്ടിയല്ലോ. അത് കഴിഞ്ഞിട്ട് എനിക്ക് തൃപ്തിയല്ലാന്ന് തോന്നുകയാണെങ്കിൽ വേറെ ഒരു ഏതെങ്കിലും ഏജൻസി കൊണ്ട് അന്വേഷിക്കേണ്ടി ഞാൻ പറയും. പക്ഷെ ഇതുവരെയ്ക്കും ഞാൻ കേസ് അന്വേഷണം പോകുന്നതെന്ന് പറഞ്ഞാൽ ആ ഉദ്യോഗസ്ഥനോട് എനിക്കിപ്പോൾ ഇതുവരെയ്ക്കും ഒരു വിശ്വാസമുണ്ട്. പൂർണ്ണ തൃപ്തിയോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ വിശ്വാസമുണ്ട്, ഇത്ര പേരെ പിടിക്കുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് നോക്കട്ടെ അവർക്ക് എന്തൊക്കെയാണ് ചാർജ്. നിസാര ചാർജാണോ? ഇപ്പം എല്ലാവരും വന്ന് കുറച്ച് പേര് കീഴടങ്ങി എന്ന് പറയുന്നു. കീഴടങ്ങി എന്ന് പറയുമ്പം തന്നെ അതിലൊരു ചെറിയ ദുരൂഹത ഉണ്ട്. അവർ പാർട്ടിക്കാർ പറയും ചെന്ന് കീഴടങ്ങിയോ ഞാൻ രക്ഷപ്പെടുത്തിക്കോളാം, സ്വാഭാവികം. അങ്ങനെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ എന്തൊക്കെ ചാർജാണ് അവർക്ക് ഇട്ടിരിക്കുന്നത്, അവർക്ക് ഏതൊക്കെ ലൂപ്പ് ഹോൾ ഉണ്ട് അതിൽ പോകാനായിട്ട്, അത് ജസ്റ്റ് ഒന്ന് ഞാൻ നോക്കും. അത് നോക്കാനുള്ള നമുക്ക് അറിയാമല്ലോ ഉന്നത സംവിധാനം. നോക്കിയിട്ട് എനിക്ക് തൃപ്തി വരികയാണെങ്കിൽ ആ രീതിയിൽ അങ്ങ് പോകും. ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ വേറെ രീതിയിൽ പോകും. ഈ സിൻജോക്കെതിരെ എന്താണ് സിദ്ധാർത്ഥന്റെ സുഹൃത്തുക്കൾ പറഞ്ഞിരിക്കുന്നത്? എന്താണ് സിൻജോയ്ക്കെതിരെ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ ആ മരണ ദിവസം എന്നോട് വന്ന് പറഞ്ഞതാ. എനിക്ക് ആ സിൻജോയെ അറിയില്ല, ആരെയും അറിയില്ല. ഞാൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് അന്നത്തെ ദിവസം മകൻ്റെ ബോഡി കൊണ്ടുവന്നിട്ട് ഞാൻ പുറത്തിറങ്ങുന്നത്. അപ്പോഴാണ് അവൻ്റെ 2-3 കൂട്ടുകാർ അവിടെ നിന്ന് വന്ന ബോഡി കൂടെ അതിൻ്റെ കൂടെ വന്നതാണ്. അവരാ പറഞ്ഞത്, അങ്കിളെ ഒരു കാര്യം പറയണം, എനിക്ക് കേട്ടേ പറ്റുള്ളൂ. ഇത് കേട്ടിട്ടേ എനിക്ക് ഒന്നുകിൽ അങ്കിളിനോട് പറയണം, ഇല്ലെങ്കിൽ ആൻറ്റിയോട് പറയണം, സിദ്ധാർത്ഥൻ്റെ അമ്മയോട് പറയണം, അച്ഛനോട് പറയണം. അമ്മയോട് ഇപ്പോൾ പറയാൻ പറ്റിയ സാഹചര്യമല്ല. അപ്പം ഞാൻ പറഞ്ഞ കുഴപ്പമില്ല. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഞാൻ ഇരുന്നത്. അപ്പോഴാ കുട്ടികളൊന്ന് എൻ്റെ ബാക്കിൽ കൂടെ കെട്ടിപ്പിടിച്ച്, തോളിൽ കെട്ടിപ്പിടിച്ച്, 2 പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളുണ്ട്. അവരാ പറഞ്ഞത് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം പറഞ്ഞു ഇത് പറയാതെ പോയി കഴിഞ്ഞാൽ എൻ്റെ ജീവിതകാലം മൊത്തം എനിക്കൊരു സമാധാനം കിട്ടില്ല, ഞങ്ങൾക്കൊരു സമാധാനം കിട്ടില്ല, നമ്മൾ സ്വയം വഞ്ചിക്കപ്പെടുന്നതായിപ്പോവും. ഇത് കേൾക്കണം. ഞാൻ മക്കളെ പറഞ്ഞ കുഴപ്പമില്ല. അപ്പോഴാ പറയുന്നത്, ഇത് പുറത്ത് പറഞ്ഞ സിൻജോ തല വെട്ടു എന്നാണ് പറഞ്ഞത്. സിൻജോ തല വെട്ടു അങ്കിളെ. അപ്പോൾ എനിക്കറിയില്ല ഇത് ആരാ സിൻജോ. ഞാൻ പറഞ്ഞോ കുഴപ്പമില്ല. ആരാണ് സിൻജോ എന്ന് ഞാൻ ചോദിച്ചില്ല. എനിക്ക് ചോദിക്കാനുള്ള ഒരു മാനസികാവസ്ഥനല്ല. മകൻ്റെ ബോഡി കൊണ്ടുപോയതേ ഉള്ളൂ. അപ്പോഴാ പറഞ്ഞ് സിൻജോ തല വെട്ടു എന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ പറഞ്ഞോ ഇല്ല, കോളേജിൽ നിന്ന് പറഞ്ഞു വിട്ടു. ഇക്കാര്യം തുറന്നു പറയില്ല, ഇക്കാര്യം അവിടെ പറയില്ലേ, പോയിട്ട് മര്യാദയ്ക്ക് തിരിച്ചു വരണം. ഇക്കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിൽ നിന്ന് പുറത്താക്കും. അപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഇക്കാര്യം, ഒന്നും മനസ്സിലാവുന്നില്ല. ഓക്കെ, വീണ്ടും ഞാൻ പറഞ്ഞോ. അപ്പോഴാ പറഞ്ഞത് സിൻജോ തല വെട്ടും, ഈ കാര്യം രണ്ടും പറഞ്ഞിട്ടാണ് പറഞ്ഞത്. ഞാൻ വീണ്ടും നിർബന്ധിക്കുന്നു. എന്താ പറഞ്ഞത്? എനിക്ക് നിർബന്ധിക്കാൻ പറ്റുന്നില്ല. ശരി, ഞാൻ തട്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ അങ്ങളെ സിൻജോയും ഫ്രണ്ട്സും അക്ഷയ്, റഹാൻ, ഡാനിഷ്, അപ്പോൾ ഈ 3 പേരും എനിക്ക് പേര് നല്ലവണ്ണം അറിയാം. അവൻ്റെ റൂമേഴ്സാണ്. ഫസ്റ്റ് ഇയർ മുതൽ അവൻ എപ്പോഴും സംസാരിക്കും, അവൻ്റെ അമ്മയും സംസാരിക്കും. ഈ 3 പേരും എനിക്ക് നല്ലവണ്ണം അറിയാം. സിൻജോയും ഫ്രണ്ട്സും അക്ഷയ്, റഹാനും ഡാനിഷും കൂടെ സിദ്ധാർത്ഥനെ ഹോസ്റ്റൽ മുറിയിലിട്ട് തീർത്ത് തൂക്കിയതാണ്. ആരോടത്തൊന്നും പറയില്ല, നിങ്ങൾ ഫൈറ്റ് ചെയ്യണമല്ലോ, ഇത്രയും പറഞ്ഞിട്ട് ആ കുട്ടികളങ്ങ് പോയി. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചെന്നോ ഏതാണ് സംഭവിച്ചതെന്നോ എനിക്ക് മനസ്സിലാവില്ല, ഒന്നും മനസ്സിലായില്ല. അതുവരേക്കും എല്ലാവരും എന്നോട് പറഞ്ഞത് മകൻ തൂങ്ങി മരിച്ചു. എല്ലാവരും ഒരാളെ പറഞ്ഞു, ആരോ ഒരാൾ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വൈഫിൻ്റെ കൂടെ ആയിരുന്നു ആ ഫുൾ ടൈം. ഞാൻ അവിടെ നിന്ന് മാറിയിട്ടേ ഇല്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവളെ കണ്ടീഷൻ ശരിയല്ല. അപ്പോൾ ഞാൻ എഴിച്ചു പോയിട്ടേ ഇല്ല. ബാത്റൂമിൽ പോലും പോകുന്നുണ്ടെങ്കിൽ ഒരാൾ എത്ര നോക്കിയിട്ടേ പോവുള്ളൂ. ആ രീതിയിലാണ് ഞാൻ നിന്നത്. പുറത്തൊരാളായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തിട്ടില്ല. ഈ പേര് ഇങ്ങനെ പറഞ്ഞു ഇവരെല്ലാം ബാത്റൂം ഇവിടെ റൂമിൽ കൊണ്ട് തീർത്തിട്ട് തൂക്കിയതാണെങ്കിൽ ഫൈറ്റ് ചെയ്യണം, ഇത്രയും പറഞ്ഞിട്ട് അവരങ്ങ് പോയി. അതിനുശേഷമായി ഈ സിൻജോ ആരാണ്, ഞാൻ എൻ്റെ അളിയൻ്റെ ചോദിച്ചു, ഇങ്ങനെ ഒരു സംഭവം പറയുന്നു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട്. എന്താണ് സംഭവിച്ചത്? അവൻ തൂങ്ങി മരിച്ചതല്ലേ, അവൻ ആത്മഹത്യ ചെയ്തതല്ലേ? അപ്പോൾ അവൻ കുറച്ച് സമാധാനിപ്പിച്ചിട്ട് കാര്യം പറഞ്ഞു, നീ ഒന്ന് ക്ഷമിച്ച് കേൾക്കണം, ഇത് കുറച്ച് കാര്യം. അതുവരേക്കും എല്ലാ കാര്യങ്ങളും പറഞ്ഞു. കുറച്ച് ക്ഷമിച്ച് കേൾക്കണം, സംഭവം ഇങ്ങനെയാണ് കാര്യങ്ങളാണ്. ഈ പേര് ഞാൻ പറഞ്ഞു, നിനക്ക് ഈ പേരറിയാമോ സിൻജോ? അപ്പോൾ അവൻ പറഞ്ഞു അറിയാടെ, ഇത്ര അറിയാമെന്ന് പറഞ്ഞു. വീണ്ടും 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് അവൻ പറയുന്നത് ഇവനാണ് ഏറ്റവും ബ്രൂട്ടലായിട്ട് അവൻ ചെയ്തിട്ടുള്ളത്. ചെയ്തത് എന്തൊക്കെയാണെന്ന് ഞാൻ പിന്നെ പറഞ്ഞു മതിയാക്കാൻ പറഞ്ഞു, സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. പിറ്റേന്നാണ് ഞാൻ അവനോട് ചോദിച്ചത് എന്തൊക്കെയാണ് ചെയ്തതെന്ന്.
ഏറ്റവും ബ്രൂട്ടലായിട്ട് ചെയ്തത്. അവനെയാണ് ഈ അവരെല്ലാം പാർട്ടിക്കാർ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവർ വന്നപ്പോൾ ചോദിച്ചു, ശരി നിങ്ങൾക്കൊരു പാർട്ടിക്കാർ 10-18 പേരെ കുറ്റം ചെയ്ത് ആ 10-18 പേരെ നിങ്ങളങ്ങ് വിട്ടോ, നിങ്ങൾ ഒഴിവാക്കി വിട്ടോ, അവരെ നിങ്ങൾ ശിക്ഷിക്കാൻ വിട്, എന്തിനാണ് നിങ്ങൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞില്ല, നമ്മൾ സംരക്ഷിക്കില്ല, നമ്മൾ ആരെയും സംരക്ഷിക്കില്ല, നമ്മൾ നിങ്ങളെ കൂടെ ഫൈറ്റ് ചെയ്യും, നമ്മൾ നിങ്ങളെ കൂടെ ഉണ്ട്, നമ്മൾ പാർട്ടിയൊന്നും നോക്കില്ല, നിങ്ങളെ കൂടെ ഫൈറ്റ് ചെയ്യും. ഞാൻ ചോദിച്ചു, അങ്ങനെ കൂടെ ഫൈറ്റ് ചെയ്യണമെങ്കിൽ ഒരു കാര്യം ചെയ്യും, എത്ര വിദ്യാർത്ഥി സംഘടന ഇപ്പോൾ അവിടെ സമരം ഉണ്ടാക്കുന്നു, ഞാൻ സമരത്തിലൂടെ തള്ളിവിടണില്ല, എത്ര വിദ്യാർത്ഥി സംഘടന ഈ പേരിൽ സമരം ഉണ്ടാക്കുന്നു, എത്ര വേറെ സംഘടന സമരം ഉണ്ടാക്കുന്നു. നിങ്ങൾക്ക് പാർട്ടി നോക്കാതാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളും കൂടെ പോയിട്ട് സമരം ചെയ്യാത്തത്, എനിക്ക് നീതി കിട്ടണം, നിങ്ങളും കൂടെ പോയിട്ട് സമരം ചെയ്യും, അവൻ്റെ മരണത്തിന് ഉത്തരവാദി അല്ലെങ്കിൽ കൊലപാതകത്തിന് ഉത്തരവാദി കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു 18 പേര് പോണേ പോട്ടോ, നിങ്ങളാണല്ലോ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടന എന്ന് പറയുന്നത്, നിങ്ങൾ കേരളത്തിൽ 2 ദിവസമെങ്കിലും സമരം ചെയ്യാത്തത്, എനിക്ക് വേണം, നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം, എനിക്ക് കുറ്റവാളികളെ കണ്ടുപിടിക്കണം, നിങ്ങളാരും സമരത്തിലോട്ട് ഞാൻ തള്ളിവിടാനില്ല. ഇത്രയും പേര് സമരം ചെയ്യുന്നു, അപ്പോൾ നിങ്ങൾ അവന് വേണ്ടിയാണ് നിൽക്കുന്നത്, പാർട്ടി നോക്കാതെ നിൽക്കുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ മുഖം നോക്കാതെ നടപടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ 4 പേരെ സസ്പെൻഡ് ചെയ്തു, അതാണ് നിങ്ങളെ ഏറ്റവും വലിയ ശിക്ഷ. നിങ്ങൾക്ക് എൻ്റെ മകൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ ചെയ്യുന്ന സ്ട്രൈക്കിൻ്റെ കൂടെ നിങ്ങൾ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അത് നല്ല ഒരു നീതി കിട്ടും. ഈ പുറത്തുണ്ടായിരുന്ന ഫ്ലെക്സ് ബോർഡ് ഇന്നലെ രാവിലെ നീക്കം ചെയ്തിട്ടുണ്ട്. അതെ, ഞാൻ അറിഞ്ഞു, നീക്കം ചെയ്തെന്ന് പറഞ്ഞു. കാര്യമെന്ന് പറഞ്ഞാൽ അത് SFIക്കാരൻ തന്നെ കൊന്നിട്ട് അവന്മാർ SFIക്കാരൻ തന്നെ കൊണ്ടുവച്ചിട്ട് അവരെ പിടിക്കണം. അപ്പോൾ എല്ലാവർക്കും അറിയാം അതിൻ്റെ ലോജിക്ക് എന്താണെന്ന്. ഒന്നുകിൽ അവർ പറയും നമ്മളല്ല കൊന്നതെന്ന്, നമ്മൾ വെറും ഊഹം പറഞ്ഞതല്ല, ആരോപിക്കുകയല്ല SFIക്കാരൻ കൊന്നതെന്ന്, അത് ആൻറ്റി റാഗിംഗ് സെല്ല് കണ്ടുപിടിച്ചതാണ്, അവർ കൊടുത്ത റിപ്പോർട്ടാണ്, ഞാൻ പറഞ്ഞ റിപ്പോർട്ടല്ല, കോളേജുകാർ കൊടുത്ത റിപ്പോർട്ടല്ല, ആൻറ്റി റാഗിംഗ് സെല്ല് കൊടുത്ത റിപ്പോർട്ടാണ്. ഇത്ര പേരുണ്ടെന്ന് അതെല്ലാം ആദ്യം കൊടുത്ത റിപ്പോർട്ടിൽ എല്ലാ SFIയുടെ പ്രവർത്തകർ മാത്രമല്ല ഭാരവാഹികളാണ്, SFIയുടെ ഭാരവാഹികളാണ് എല്ലാവരും. ആ ഭാരവാഹികളെ സംരക്ഷിച്ച് വെച്ചിട്ട് അവർ SFI ആണ് എന്ന് കൃത്യമായിട്ട് സോളിഡായിട്ട് അറിയാം, എല്ലാവർക്കും അറിയാം, വെറും ആരോപണമല്ല. അവർ ആ സെല്ലിലുള്ള തന്നിട്ടുള്ള അവർക്ക് ഏതൊക്കെ ഭാരവാഹികളാണ്, എന്തൊക്കെ സ്ഥാനം വഹിക്കുന്നു. അപ്പോൾ അവർ കൊന്ന സാധനം അവർ കൊന്നിട്ട് അവർ എന്നെ കൊണ്ട് ഫ്ലെക്സ് ബോർഡ് വയ്ക്കുന്ന എന്തിനാണ്? അല്ലെങ്കിൽ മര്യാദയ്ക്ക് വയ്ക്കണം. സിദ്ധാർത്ഥൻ്റെ മരണത്തിലെ ഉത്തരവാദിത്തവരെ കണ്ടുപിടിക്കുക, ഓക്കെ, അത് ഞാൻ സമ്മതിച്ചു. അവർ തന്നെ വെച്ചോട്ടെ, കുഴപ്പമില്ല. SFI പ്രവർത്തകനാണ് എന്ന് പറഞ്ഞിട്ട് ഒരു വയ്ക്കുന്നത്, അവരൊരു പ്രവർത്തകനല്ല, അവന് പ്രവർത്തിക്കാൻ സമയമില്ല, അവന് താല്പര്യമില്ല, പ്രത്യേകിച്ച് അവന് ഈ ഒരു സാധനത്തിൽ പ്രവർത്തിക്കാൻ സമയമില്ല, താല്പര്യമില്ല. എന്നിട്ട് അവനെ പ്രവർത്തകനാക്കി. എനിക്കറിയില്ല എന്തിനാണ് പ്രവർത്തകനാക്കിയെന്ന്. ചിലപ്പം ഒന്നൊരു കേസ് ഡൈവേർട്ട് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ സ്പ്ലിറ്റ് ആക്കാനായിരിക്കും, ഇല്ലെങ്കിൽ ചിലപ്പം ഔട്ട്സൈഡിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് കിട്ടുകയാണെങ്കിൽ പാർട്ടിപരമായിട്ടോ അല്ലെങ്കിൽ മീഡിയപരമായിട്ടോ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അതൊന്ന് സ്പ്ലിറ്റ് ആയിപ്പോട്ടെ എന്ന് വിചാരിച്ചാണ്. അപ്പോൾ അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. ആദ്യഘട്ടത്തിൽ ഈ അന്വേഷണം പോലീസ് കാര്യമായി എടുത്തിരുന്നില്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള വഴിയൊരുക്കി, പക്ഷേ പിന്നീട് പൊതുസമൂഹം ഏറ്റെടുത്തോടുകൂടി വളരെ വേഗമുള്ള പോലീസിന്റെ ഇടപെടലുണ്ടായി. അങ്ങനെയാണോ കരുതുന്നത്? അങ്ങനെ അല്ല ഞാൻ കരുതുന്നത്. കാര്യം ആദ്യഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ വയനാട്ടിലൊരു CIക്കായിരുന്നു അതിൻ്റെ ചുമതല. ആ കേസ് കൊടുത്ത സമയത്ത് വയനാട്ടിലെ CIക്കാ ചുമതല. അപ്പോൾ CI അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ CIക്ക് കിട്ടുന്നതിനും കാട്ടി വിവരം, അല്ലെങ്കിൽ CIക്ക് കിട്ടിയോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ആ 2 ദിവസം കൊണ്ട് അവിടെ നടന്ന സംഭവങ്ങളുടെ പൂർണ്ണ വിവരം നമുക്ക് കിട്ടി. എന്തൊക്കെയാണ് നടന്നത്, ഏതൊക്കെയാണ് നടന്നത്. അവിടെയുള്ള അവൻ്റെ കുറച്ച് നല്ല സുഹൃത്തുക്കളുണ്ട്, നല്ല ടീച്ചേഴ്സുണ്ട്, അവിടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട രീതിയിലെല്ലാം കിട്ടി. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് കിട്ടിയത്. അതെല്ലാം വളരെ സോളിഡായിട്ടുള്ള പ്രൂഫ് ഉൾപ്പെടെ കിട്ടി. എന്നിട്ടും അവിടെ നിന്ന് ഒരു അന്വേഷണത്തിന് കൃത്യമായിട്ടുള്ള ആ പ്രതികളെ പിടിക്കുകയോ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് അവിടെ നിന്ന് ഒരു അറിവുമില്ല. അതുകൊണ്ട് നമ്മൾ കൂടുതൽ വെയിറ്റ് ചെയ്യില്ല. ഒരു ദിവസം വെയിറ്റ് ചെയ്ത് പിറ്റേന്ന് നമ്മൾ ADG സാറിന്, അജിത് കുമാർ സാറിന്, ലോ ആൻഡ് ഓർഡർ പുള്ളിക്ക് നമുക്ക് എന്തൊക്കെയാണ് വിവരം കിട്ടിയത്, കള്ളമായിക്കോട്ടെ സത്യമായിക്കോട്ടെ, എന്തൊക്കെയാണ് വിവരം കിട്ടിയത് അതെല്ലാം വെച്ചിട്ട് ഒരു വിശദമായിട്ടുള്ള പരാതി ADG സാറിന് കൊടുത്തു. പുള്ളി പറഞ്ഞ് ഇരിക്കാൻ പറഞ്ഞു, വളരെ മാന്യമായിട്ട് പെരുമാറി. എന്നിട്ട് എല്ലാം കുറച്ച് വായിച്ച് നോക്കിയിട്ട് പകുതി വായിച്ച് നോക്കി നമ്മൾ വിശദീകരിച്ച് കൊടുത്തു. അപ്പോൾ പുള്ളിക്കെല്ലാം മനസ്സിലായി. പുള്ളി തന്നെയാണ് കണ്ണൂർ DIGക്ക് ഫോർവേഡ് ചെയ്തത്. നമ്മളോട് പറഞ്ഞ് കണ്ണൂർ DIGക്ക് ഇപ്പോൾ തന്നെ ഫോർവേഡ് ചെയ്യാം, ഇത് ഞാൻ ഹൈ ലെവലിൽ അന്വേഷിക്കാം. അപ്പോഴെന്നെ കണ്ണൂർ DIGക്ക് ഫോർവേഡ് ചെയ്തു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് തന്നെ കൽപ്പറ്റ DYSP വന്നു. അപ്പോഴെനിക്ക് അന്വേഷണ കമ്മീഷൻ DYSP ഏറ്റെടുത്തു CI എന്ന്. അത് ഏറ്റെടുത്ത് കഴിഞ്ഞോടുകൂടി കുറച്ച് പ്രോഗ്രസ്സുകളുണ്ടായി. ഓരോരുത്തരും പിടിക്കുന്നു, ആൾക്കാരെ പിടിക്കുന്നു, കുറച്ച് പേര് ഒളിവിലാണെന്ന് പറഞ്ഞു. ഒളിവിലെന്ന് പറയുന്നത് CPIയുടെ ഈ മാരാണ്, SFIയുടെ നേതാക്കന്മാരെ ആരെയും കിട്ടിയില്ല, ബാക്കിയുള്ളവരെ കിട്ടി. അത് ഇതുവരെയ്ക്കും ഇത്രയും വരെ കിട്ടി. ഞാൻ തൃപ്തനാണോ ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായി തൃപ്തനാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത് അവർ എന്തൊക്കെ കേസ് ചാർജ് ചെയ്യുന്നു, ഏതൊക്കെ കേസ് ചാർജ് ചെയ്യുന്നു, ലൂപ്പുകളുണ്ട്, അതെല്ലാം എനിക്ക് നോക്കണം. നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാത്തിനും പിടിച്ചിട്ട് ഞാൻ കേസുമായിട്ട് പോകുമ്പോൾ ഇറങ്ങി അങ്ങ് പോകും. നമുക്ക് എല്ലാവർക്കും അറിയാം ഏതൊക്കെ വകുപ്പുകളെന്ന് അറിയില്ല.
ഏതായാലും പുള്ളിയെ എനിക്ക് ഇതുവരെയും വിശ്വസിക്കുന്നു, ഇതുവരെയും എനിക്ക് പുള്ളിയെ വിശ്വാസമുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പോകണമെങ്കിൽ പോട്ടെ, എനിക്ക് എൻ്റെ ആഗ്രഹം അതാണ്. എല്ലാവരും പിടിക്കട്ടെ. സിദ്ധാർത്ഥന്റെ അച്ഛൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഇപ്പോൾ മുഖ്യപ്രതിയായ സിൻജോ ജോൺസൺ അടക്കം മറ്റ് 3 പേർ കൂടെ പിടിയിലായിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട പ്രതികരണം, ഒപ്പം മരണ ദിവസം നടന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ അദ്ദേഹം വിശദീകരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് നേരിട്ട് ഈ സംഭവങ്ങളെ പറ്റിയൊന്നും അറിയില്ലായിരുന്നില്ല. പക്ഷേ ഈ സിദ്ധാർത്ഥന്റെ മൃതദേഹത്തിനൊപ്പം വന്ന വിദ്യാർത്ഥികളാണ് തന്നെ ഈ കാര്യം അറിയിച്ചത്. അവർ പറഞ്ഞ ക്രൂരകൃത്യങ്ങൾ കേട്ട് താൻ ഞെട്ടിപ്പോയി അടക്കമുള്ള വളരെ വൈകാരികമായ ചില കാര്യങ്ങൾ കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളുമായി പങ്കുവച്ചത്. ലിജോ റോളൻസിലേക്ക് പോവുകയാണ് കൂടുതൽ വിവരങ്ങൾക്കായി. ലിജോ, ഇപ്പോൾ സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശിന്റെ വാക്കുകൾ കേട്ടിരിക്കും. സിജോ എന്ന വിദ്യാർത്ഥിയെ പറ്റിയൊക്കെ അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, എത്രത്തോളം വലിയ ക്രൂര പീഡനങ്ങൾക്കാണ് ഇരയായത് എന്നുള്ള കാര്യം.